യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനുള്ള പ്രാധാന്യം ആണ്. ആത്മാവിനുള്ള പ്രാധാന്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവമക്കളായി തീരുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് നമ്മളിൽ വെറുതെ വരുന്നതല്ല. ആത്മാവ് ഉണ്ടെന്ന് നമ്മൾ ഭംഗിവാക്ക് പറയാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വരുന്നതല്ല ആത്മാവ്. മറിച്ച് ഈ ഭൂമിയിൽ നമുക്ക് സ്വയമേവ യേശുവിനോടൊപ്പമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വ്യക്തമായി അറിയാം, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന് വ്യക്തമായി അറിയാം, സഹായകനില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മെ സഹായിക്കുന്ന യേശുവിന്റെ ആത്മാവാണ് ഇവിടെ ദൈവാത്മാവെന്ന് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തെ ഒരു നടത്തമായിട്ട് പറയുക. അങ്ങനെ നടക്കുന്നവരായ ആളുകൾ അനുസരിച്ച് നടക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവവചനത്തിലൂടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ. നമ്മൾ കുഞ്ഞുങ്ങളെ അവരുടെ വളരെ നിഷ്കളങ്കമായ ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ ശൈശവ പ്രായത്തിൽ നമ്മൾ അവരെ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരുടെ കരങ്ങൾക്ക് പിടിച്ചുകൊണ്ടാണ് അവരെ നടത്തുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നു പോകുമ്പോൾ നമ്മൾ അവർക്ക് ഉപദേശങ്ങളെ കൊടുക്കും. മോനെ, വഴി മാറി നടക്ക്, മുമ്പിൽ കല്ലുണ്ട്, നിന്റെ കാല് തട്ടിപ്പോകും, അവിടെ കുഴിയുണ്ട് എന്നുള്ള പല പല നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ അവരെ വഴി നടത്തുന്നു. എന്ന് പറയുന്ന പോലാണ് ദൈവത്തിന്റെ ആത്മാവും നമ്മെ നയിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ സാധ്യമല്ല. പക്ഷെ ഇന്ന് പലരും ശ്രമിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കാനാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ചിന്തകളിലൂടെ, തങ്ങൾക്ക് ഇഷ്ടമുള്ള വിചാരങ്ങളിലൂടെ, തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇല്ല, ദൈവം ഒരിക്കലും അത് അനുവദിക്കുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ വഴിക്ക് നമ്മൾ വിടുമോ? ഇല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നു, അങ്ങനെ പോയാൽ അവർ നശിച്ചു പോകും, അങ്ങനെ പോയാൽ അവർക്ക് അപകടങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെയാണ് ദൈവവും നമ്മോട് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയിലല്ല ഏർപ്പെടേണ്ടത്. നമ്മെ പരിപാലിപ്പാൻ, നമ്മെ സഹായിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മളിൽ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ വഴിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ഉപദേശങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം വായിക്കണമെന്ന് പറയുന്നത്. കേവലം ഒരു പാരായണമല്ല, മതപരമായ ഒരു വായനയല്ല നമ്മളിൽ വേണ്ടത്. നിർഭാഗ്യവശാൽ പലരും മതപരമായാണ് ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നത്. മതപരം എന്ന് പറയുമ്പോൾ ലോകത്തിലെ മറ്റ് മതങ്ങൾ അവർക്ക് കേവലം ഇങ്ങനെയുള്ള ഭക്തിയുടെ പ്രകടനങ്ങൾ മാത്രമാണ് അവർ നിഷ്കർഷിക്കുന്നത്. അതേ ഒരു കാര്യമല്ല ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. കേവലം പാരായണമല്ല, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ഫിലിപ്പോസ് എത്യോപ്യൻ രാജ്ഞിയുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററോട് ചോദിച്ചു. കാരണം വിശുദ്ധ വേദപുസ്തകം കേവലം വായിക്കുക എന്നുള്ളത് അല്ല ഇവിടുത്തെ പ്രധാനമായ കാര്യം. നമ്മൾ ബൈബിൾ വായിക്കുന്നതുകൊണ്ട് ദൈവം പ്രസാദിക്കും എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ ഒരു പാട്ട് പാടുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ ഈ വചനഭാഗങ്ങൾ ഗ്രഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ആ വചനപ്രകാരം നിനക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം പരിശോധിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്താണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം? നമ്മുടെ ഈ ശരീരത്തിന്റെ പ്രത്യേകത, നമ്മൾ ഈ ഭൂമിയിൽ ശരീരത്തിലാണല്ലോ ആകുന്നത്. ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ശരീരം എപ്പോഴും പാപ സ്വഭാവത്തിനും പാപത്തിനും അടിമപ്പെട്ടതാണ്. വിശുദ്ധ ബൈബിളിൽ അതിനുള്ള ധാരാളം തെളിവുകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു,
നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ വരുന്നതിന് മുമ്പുള്ള നമ്മളുടെ സ്റ്റേറ്റ്, നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മരിച്ചവരായിരുന്നു. എങ്ങനെയുള്ള മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നമുക്ക് വന്നതായ ആത്മീക മരണം. ആ മരണത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അതാണ് നമുക്ക് 2-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. അവയിൽ നിങ്ങൾ, ആ മരണ അവസ്ഥയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. ഇത് വലിയൊരു അർത്ഥമുള്ള വേദഭാഗമാണ്. നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിയെ, എന്താണ് ഈ ലോകത്തിന്റെ കാലഗതി എന്ന് പറയുന്നത്? ഈ ലോകത്തിന്റെ കാലഗതിക്ക് ഒത്തുപോകുവാൻ നമ്മൾ ആഗ്രഹിച്ചവരെ ആളുകളാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ വളരെയധികം സന്ദേഹപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ ഇടയിൽ വ്യാപകമായിരിക്കുന്ന ഈ ലഹരി മരുന്ന് ഉപയോഗങ്ങൾ. ഇതെല്ലാം ഈ ലോകത്തിന്റെ കാലഗതിയുടെ ഭാഗമാണ്. അങ്ങനെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ തള്ളപ്പെട്ടു പോകുമെന്ന് യുവതലമുറ ചിന്തിക്കുന്നിടത്താണ് അവർ ലഹരിക്ക് അടിമകളായി മാറുന്നത്. നമ്മളുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ പേരൻസ് ഒക്കെ ഒരുപക്ഷെ അവർ മദ്യപാനികളല്ലായിരിക്കാം, അവര് ഇങ്ങനെയൊക്കെയുള്ള ലഹരിക്കൊന്നും അടിമകളായിരുന്നില്ല. പക്ഷെ അവരുടെ മക്കൾ, അവർ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, ലോകത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ അവർ ആയിരിക്കുമ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നത് ഒരു പാഷനായിട്ട് മാറുന്ന സന്ദർഭത്തിൽ അവരും അതിന് അടിമകളായി മാറുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളം ലഹരി വിമുക്ത പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവയ്ക്ക് ഒന്നിനും തന്നെ ഈ ലഹരിയുടെ പിടിയിൽ നിന്നും ഈ ലോകത്തെ വിമോചിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഈ ലോകത്തെ ഈ ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ ഏക കഴിവുള്ളതായ നാമം യേശുവിന്റെ നാമം മാത്രമാണ്. കർത്താവ് യേശുക്രിസ്തു വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ശക്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ നമ്മൾ വ്യക്തമായി കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത് ലോകത്തിന്റെ കാലഗതിയാണ്. മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആകാശത്തിലെ അധികാരം, അതായത് അന്ധകാര ലോക ശക്തികളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഒരു ക്രൈസ്തവ സഭയല്ല ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഒരു രാജ്യമോ ഭരണാധികാരിയല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവരെ പോലും നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശത്തിലെ അധികാരം, സാത്താന്യ ശക്തികൾ. അതുപോലെ തന്നെ വ്യാപരിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ ഇതെല്ലാം തന്നെ സംഭവിക്കും. പക്ഷേ യേശു എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സംഭവിച്ചപ്പോൾ ആ ഉയർപ്പിൽ നമ്മളുടെ ഉയർപ്പാണ് സംഭവിച്ചത്. പക്ഷെ ആ ഉയർപ്പ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്നെ സ്വാധീനിക്കുന്നത്? അതിനാണ് വിശുദ്ധ വേദപുസ്തകം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം ഒരുക്കിയിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കേവലം യേശു എന്നുള്ള വ്യക്തിയിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, യേശു ചെയ്ത പ്രവൃത്തികളെ വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസം നമുക്ക് ശക്തിയുള്ള വിശ്വാസമായി മാറുന്നത്. യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു. അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മളതിനെ വിശ്വസിക്കുവാൻ. ഉദാഹരണത്തിന് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. എന്ന് പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, ആ സുവിശേഷം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പലരും ബൈ ബർത്ത് അവർ ക്രിസ്ത്യൻസ് ആയിട്ട് മാറുക. അവരൊരിക്കലും തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചോ അവന്റെ ശക്തിയെക്കുറിച്ചോ അവൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചോ മനസ്സിലാക്കാതെ കേവലം ക്രിസ്ത്യൻ നെയിം ധാരികളായി അവർ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്കൊന്നും ഈ ക്രൂശിന്റെ ശക്തി എന്താണെന്ന് ഗ്രഹിച്ചറിയാൻ കഴിയത്തില്ല.
വിശ്വാസത്തിന്റെ ശക്തി അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ തലമുറ, നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തു എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ആ സുവിശേഷത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ടു വരുന്നത്. ആ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടാതിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. പക്ഷെ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത്. സുവിശേഷം അറിയുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം നിങ്ങളെ ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചതായ അവസ്ഥയിൽ നിന്നും ഉയർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം നിങ്ങൾക്ക് ആസ്വദിപ്പാൻ കഴിയും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷം, അതിൻ്റെ ശക്തി, യേശുവിൻ്റെ ആ പ്രവൃത്തി അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ആ സുവിശേഷം കേൾക്കുവാനും കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള ആ നിത്യരക്ഷ പ്രാപിപ്പാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തയിലേക്ക് കടന്നു വരുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.